ചേർന്ന് അന്ന് തൊട്ട് ഇന്ന് വരെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം എത്ര പേരാണ് കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും പാലിച്ച് ഇന്നും മുന്നോട്ട് പോകുന്നുണ്ടെന്ന്. നിങ്ങളെ സംബന്ധിച്ച് സൈനോവൽ ജോയിൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന വാമപ്പ് മൂവ്മെൻറ്റ്സ് വെച്ചെങ്കിലും നിങ്ങൾക്ക് അറിയാം. അറിയാത്തവർക്കായിട്ട് സൈനോവൽ ജോയിൻസ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയിൽ കൂടുതലും മൂവ്മെൻറ്റ്സുകൾ പോസിബിൾ ആക്കുന്ന ജോയിൻസുകളാണ്. ധാരാളം തരത്തിലുള്ള സൈനോവൽ ജോയിൻസ് ഉണ്ട്, ഹിഞ്ച് ജോയിൻസ് ഉണ്ട്, പിവോട്ട് ജോയിൻസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അടുത്തത് കോണ്ടിലോയിഡ് ജോയിൻസ് ആണ്. എന്താണ് ഈ കോണ്ടിലോയിഡ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ? ഒരു ബൈആക്സിയൽ ജോയിൻസ് ആണ്. ബൈആക്സിയൽ ജോയിൻസ് അതായത് രണ്ട് ആക്സിസിൽ നമുക്ക് മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ഇതിൽ ഒരു മൂവ്മെന്റ് ആണ്. കൂടാണ്ട് അഡക്ഷനും അബ്ഡക്ഷനും ഉണ്ട്, പിന്നെ ഒരു സർക്കംഡംഷൻ മൂവ്മെന്റും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് എക്സാമ്പിൾസ് അടക്കം നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി തരാം. മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മെറ്റാകാർപ്പോ പലീജിയൽ ജോയിന്റ് എന്ന് പറയും, നമ്മുടെ നക്കിൾ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇത് ഈ പേര് വരാൻ കാരണം വെച്ചാൽ ഈ ബോണിനെ പറയുന്ന പേരാണ് മെറ്റാകാർപ്പൽ, ഈ ബോണിനെ പറയുന്നതാണ് ഫലീജിയൽ. ഓക്കെ, സോ ഇവ രണ്ടും കൂടി ചേരുന്ന ജോയിന്റ് ആണ് ഇത്, അതുകൊണ്ടാണ് ഇത് നക്കിൾ. അപ്പോൾ അതാണ് മെറ്റാകാർപ്പോ പലീജിയൽ ജോയിന്റ്. ഇവയെ നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫ്ലെക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇതാണ് ഫ്ലെക്ഷൻ, ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ, ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ. അഡക്ഷൻ അബ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അടുത്തേക്ക് വരുന്ന അഡക്ഷൻ, കണ്ട, അഡക്ഷൻ അബ്ഡക്ഷൻ, അഡക്ഷൻ അബ്ഡക്ഷൻ. ഓക്കെ, സർക്കംഡക്ഷൻ മൂവ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മൂവ്മെന്റാണ് സർക്കംഡക്ഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്കിൾസും ഓഫ് ഫിംഗേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ടോസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അഡാപ്റ്റേഷൻ ഓഫ് മൂഡ്. നമ്മുടെ ഫിംഗേഴ്സ് എങ്ങനെ മാത്രം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് കാലിലും ചെയ്യാൻ പറ്റും. അപ്പോൾ കാലിലെ ആ ജോയിന്റ് ആണ് മെറ്റാടാർസോ ഫലീജിയൽ ജോയിന്റ്. അടുത്തത് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആ മൂവ്മെന്റ് ഒന്ന് എൻ്റെ ഒപ്പം ചെയ്തു നോക്കും. അതായത് നമ്മുടെ അടുത്ത ജോയിന്റ് എന്ന് പറയുന്നത് ഈ റേഡിയോ കാർപ്പൽ ജോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്? സിമ്പിളായിട്ട് ഓർത്താൽ മതി, അത്ര വലിയ കാര്യമൊന്നുമില്ല. അതായത് നമ്മുടെ ഫോറാംസിൽ രണ്ട് ബോണുണ്ട്. എന്തൊക്കെയാണ്? റേഡിയസും ഉൾനാറും. ഓക്കെ, ഈ റേഡിയസും ഇവിടുത്തെ ബോണാണ് കാർപ്പൽ. ഇവ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ജോയിന്റ് ആണ് റേഡിയോ കാർപ്പൽ ജോയിന്റ്. ഓക്കെ, ഓഫ് റിസ്റ്റ്. അപ്പോൾ അതിൻ്റെ മൂവ്മെന്റ് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ നോക്കി എന്തായിരിക്കും ഫ്ലെക്ഷൻ. അപ്പോൾ ഫ്ലെക്ഷൻ എന്ന് പറയുമ്പോൾ, അഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അടുത്തോട്ട് പോവുക, അഡക്ഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ അബ്ഡക്ഷൻ. അപ്പോൾ സർക്കംഡംഷൻ എന്താണ്? സർക്കിൾ വരയ്ക്കുന്ന രീതിയിൽ ഫോം ആക്കുക. ഓക്കെ, സർക്കംഡംഷൻ മൂവ്മെന്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോണ്ടിലോയിഡ് ജോയിൻസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സാഡിൽ ജോയിൻസ് ആണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.